സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നലെ ഒരു വീഡിയോ എടുത്തിരുന്നു. ആ വീഡിയോ ഇന്നലെ പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുമ്പോഴാണ് മനസ്സിന് സന്തോഷം തരുന്ന ഒരു വാർത്ത യുപിന്ന് വരുന്നത്. അതായത് 2 കുട്ടികളെ മൃഗീയമായിട്ട് കൊലപ്പെടുത്തിയ ഒരു പ്രതിയെ പോലീസ് വെടിവെച്ച് കൊന്നു. അതായത് ഇങ്ങോട്ട് വെടിവെച്ചപ്പോൾ പോലീസ് അങ്ങോട്ടും വെടിവെച്ചു. അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി എന്നുള്ളതാണ്. ആ ഒരു വാർത്ത കണ്ടപ്പോൾ ആ കുട്ടികൾക്ക് കുറച്ചെങ്കിലും ഒരു നീതി കിട്ടി എന്നുള്ള ഒരു ഇതാണ് തോന്നിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നലെ ആ ഒരു വീഡിയോ ഹോൾഡ് ചെയ്ത് അവിടെ വെച്ചത്. ഇനി ആ വീഡിയോ നിങ്ങൾ പോയി കാണുക. കോഴിക്കോട് പേരാമ്പ്രയിലെ വാളൂരിലുള്ള അനു എന്ന് പറയുന്ന 26 വയസ്സുകാരി വീട്ടിൽ നിന്നും വെളിയിലിറങ്ങി, അതായത് ഭർത്താവിൻ്റെ അടുത്ത് പോകുന്നതിന് വേണ്ടിയിട്ട്, ഭർത്താവ് ഹോസ്പിറ്റലിലങ്ങാറ്റാ ഉള്ളത് തോന്നുന്നു, അവിടെ പോകുന്നതിന് വേണ്ടിയിട്ട് അവർ വെളിയിലിറങ്ങിയപ്പോൾ ഒരു ബൈക്ക് കിട്ടി. ബൈക്കിൽ കയറുകയും ചെയ്തു. അപ്പോൾ ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട്, എന്തിനാണ് അന്യൻ്റെ ബൈക്കിൽ കയറിയത്, അങ്ങനെ കയറാൻ പാടുണ്ടോ എന്ന്. ഒരിക്കലും പാടില്ല. ഒരു അന്യൻ്റെ ബൈക്കിലും കയറാൻ പാടില്ല. അതുപോലെ തന്നെ സ്വന്തം ബന്ധുവായാലും വരെ ഇന്നത്തെ കാലത്ത് കയറാൻ കഴിയില്ല. അത്രത്തോളം നമ്മുടെ നാട് ഭയങ്കരമായിട്ട് മോശാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാറിലും കയറാൻ കഴിയില്ല. എവിടുന്നാണ് നമുക്ക് പണി വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പരമാവധി എല്ലാവരും വല്ല പബ്ലിക്, ഇപ്പോൾ ഓട്ടോറിക്ഷയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലോ ഇല്ലെങ്കിൽ സ്വന്തം വണ്ടിയിലോ പോകുമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഈ സ്ത്രീ അങ്ങനെ പെട്ടെന്ന് ടൗണിലേക്ക് എത്താനായിരിക്കാം, ഇല്ലെങ്കിൽ ഓട്ടോൻ്റെ പൈസ ഉണ്ടാവില്ല, ഇല്ലെങ്കിൽ പിന്നെ ഈ ചൂടല്ലേ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു സമാധാനമാകുമല്ലോ എന്ന് കരുതിയിട്ടായിരിക്കാം കയറിയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുശേഷം ഇവരെ കാണാതാകുന്നു. പിന്നീട് ഇവരുടെ മൃതദേഹം കിട്ടുന്നു. അപ്പോൾ പോലീസുകാർക്ക് മനസ്സിലായി ഇതൊരു മോഷണ ശ്രമവും നടന്നിട്ടുണ്ട്, മോഷണവും നടന്നിട്ടുണ്ട്, അതുപോലെ കൊലപാതകവും നടന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന് ഒരുപാട് കമൻറ്റുകളുമുണ്ട്. ഈ സ്ത്രീ എങ്ങനെ അന്യൻ്റെ ബൈക്കിൽ കയറിപ്പോയി, ഇതിലെന്തോ ഒരു പ്രശ്നമുണ്ട്, അതുപോലെ ഈ സ്ത്രീക്ക് ആരുമായിട്ട് ബന്ധമുണ്ട്, ഇതെന്തോ ഒരു അവിഹിത കഥയാണ് എന്നുള്ള തരത്തിൽ ഒരുപാട് കമൻറ്റുകളും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കമൻറ്റിലൊക്കെ ചില ആൾക്കാരൊക്കെ മറുപടിയും കൊടുക്കുന്നുണ്ട്. അതായത് ഇവരെ എനിക്കറിയാം, വർഷങ്ങളായിട്ട് ഇവർ അങ്ങനെ നടക്കുന്ന ഒരു വ്യക്തിയല്ല, ഇവർ വളരെയധികം ഡീസൻ്റാണെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റിന് ചില ആൾക്കാരൊക്കെ മറുപടിയും നൽകുന്നുണ്ട്. ഒരു പക്ഷേ ഈ കൊലപാതകിയെ പിടിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ സ്ത്രീ ചിലപ്പോഴേ ഏതോ ഒരുത്തൻ്റെ കൂടെ ബൈക്കിൽ കയറിപ്പോയി ഓനിട്ടൊരു പണി കൊടുത്തു. അതായത് വേലി ചാടിയ പശുവിന് കോല് കൊണ്ട് മരണം എന്ന് പറഞ്ഞതുപോലെ ഒരുപാട് ആൾ കമൻറ്റും ചെയ്ത് ഈ സ്ത്രീയെ അങ്ങനെ അങ്ങാക്കി മാറ്റുമായിരുന്നു. ഒരു പക്ഷേ കുറേ നാൾ കഴിഞ്ഞ് ഇവനെ പിടികൂടുമ്പോഴായിരിക്കും ഇവരുടെ ആ ഒരു സംശയങ്ങളെല്ലാം നുവരുക എന്നുള്ളതാണ്. അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ കാലങ്ങൾ കുറേ കഴിഞ്ഞിട്ടുണ്ടാകും, എല്ലാവരും ഈ സ്ത്രീയെ വെറുത്തിട്ടുണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ മുജീബിനെ പിടിക്കാൻ പോകുന്ന ഒരു സംഭവം കണ്ടു. മുജീബേ ഞങ്ങൾ വെളിയിലുണ്ടാ, നീ ഓട് പൊളിക്കല്ലടാ എന്നെല്ലാം പറഞ്ഞിട്ട് പോലീസുകാർ വളരെയധികം സ്നേഹത്തോട് കൂടിയിട്ട് മുജീബിനെ പിടിക്കാൻ പോകുന്നത് കണ്ടപ്പോൾ ശരിക്കും എനിക്ക് ചിരിയാണ് വന്നത്. ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല എനിക്ക്. കാരണം അവൻ ഓട് പൊളിച്ചോട്ടെ, അവൻ ഓട് പൊളിച്ച് വെളിയിൽ ചാടുമ്പോഴെങ്കിലും അവൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, വല്ല നട്ടെല്ല് പൊട്ടുകയോ ഇല്ലെങ്കിൽ എന്താ പറയേണ്ടത്, കാലോ കയ്യോ പൊട്ടിയിട്ട് നടക്കാൻ കഴിയാത്ത സ്ഥിതിയിലോ ആയിട്ടുണ്ടെങ്കിൽ അവൻ ഇനി ഈ പരിപാടിക്ക് ഇറങ്ങൂലല്ലോ. അങ്ങനെയെങ്കിലും ചിന്തിക്കാമല്ലോ നമുക്ക്. അതുകൊണ്ട് തന്നെ ഇവരൊരിക്കലും വാതിൽ ചവിട്ടി പൊട്ടിക്കേണ്ട ഒരാവശ്യവുമില്ലായിരുന്നു. മോനെ, ഓൻ ആ ഓട് പൊളിച്ച് വരട്ടെ, ഓടിൻ്റെ മുകളിൽ നിന്ന് ചാടുമ്പോഴും നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്നുള്ള തരത്തിലിരുന്നാൽ മതിയായിരുന്നു. അങ്ങനെയുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു രസമുണ്ടാകുമായിരുന്നു കാണാൻ. ഇതിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ആ തള്ള, എൻ്റെ വാതിൽ പൊട്ടിക്കില്ല സാറേ, പ്ലീസ് സാറേ, ഞാൻ മറ്റന്നാൾ കൊണ്ട് ഹാജരാക്കിക്കോളാം സാറേ, എൻ്റെ വാതിൽ പൊട്ടിക്കില്ല എന്ന് പറയുമ്പോൾ ആ തള്ളേൻ്റെ മുഖം അടച്ചിട്ട് ആരും ഉണ്ടായില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അതിലും ഒരു പുച്ഛഭാവം ഉണ്ടെന്നേ പറയുന്നുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം, ഈ മുജീബ് 57 കേസിൽ പ്രതിയാന്ന് പറയുന്നുണ്ട്. അദ്ദേഹം ഇപ്പോഴും പുറത്തിറങ്ങിയിട്ട് ഇതുപോലെ ബലസി നടക്കുന്നു, സുഖമായിട്ടൊരു ബൈക്ക് മോഷ്ടിച്ചു കൊണ്ടുവരുന്നു, ഇതുപോലെ ഒരു കൂസലുമില്ലാത്ത ഒരു സ്ത്രീയെ കൊലപ്പെടുത്തുന്നു, അവരുടെ ആഭരണങ്ങൾ ഏതോ ഒരുത്തൻ്റെ അടുക്ക വിറ്റിട്ട് അവനും തിന്നുന്നു. അപ്പോൾ ഈ ആഭരണം വാങ്ങിച്ചോനെ വരെ പ്രതിയാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവനെയും ശിക്ഷിക്കണം. എല്ലാവരെയും കൊണ്ടുപോയിട്ട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത വിധത്തിൽ പൂട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഇവിടെയുള്ള സഹോദരിമാർക്ക് ഇവിടുന്ന് മര്യാദയ്ക്ക് വഴി നടക്കാൻ പറ്റുള്ളൂ. അതായത് എല്ലാ കാര്യത്തിനും ഇപ്പോഴും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇനി ഇവനെ ഇത് കിട്ടിയില്ല എന്ന് വിചാരിച്ചോ, നമ്മളെല്ലാം പറയും ബംഗാളികളാന്ന് പറയും. അതാ പറയാ, ഈ പെരുമ്പാവൂർ ആ ഭാഗത്താണെങ്കിൽ പിന്നെ തീർന്നു കഥ. എല്ലാം പിന്നെ അവന്മാരുടെ തലയിലാണ്. പിന്നെ ഇങ്ങനെയുള്ള അവന്മാർ ഈ നൈസായിട്ടെങ്കിൽ രക്ഷപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ടീമുകൾ വളർന്നു വരികയാണ്. ഒരുപാട് കേസും കാര്യങ്ങളൊക്കെ ഉള്ള ടീമുകളെ വളരെയധികം സൂക്ഷിക്കുക. ഇപ്പോൾ ആ നാട്ടുകാർക്കൊക്കെ അറിയായിരിക്കാം ഈ മുജീബ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ ഇദ്ദേഹത്തിന് നല്ല രീതിയിൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഉണ്ടാകാം പുറകിൽ, ഇല്ല രാഷ്ട്രീയ നേതാവ് ഉണ്ടാകാം.
അദ്ദേഹത്തിൻ്റെ പിന്നെ ബ്ലേഡ് പലിശയ്ക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ ഗുണ്ടാപ്പണി എടുക്കുന്നവനായിരിക്കാം. അങ്ങനെയൊക്കെയാണല്ലോ ഇവർ വളർന്നു വരുന്നത്. ഇവരെ ഈ ഇങ്ങനെയുള്ള ടീമുകളെ മെയിനായിട്ട് വളർത്തുന്നത് നമ്മുടെ നാട്ടിലുള്ള ഗുണ്ടകളൊക്കെ വളർത്തുന്നത് ഈ പലിശക്കാരാണ്. പലിശക്ക് പണം കൊടുക്കുന്ന ടീമുകളാണ്. അവർക്കാണ് ഇങ്ങനെയുള്ള ആൾക്കാരെ വേണ്ടത്. ഈ പലിശക്ക് പണം കൊടുക്കുന്നവർക്ക് രാഷ്ട്രീയക്കാരുമായിട്ടും ബന്ധമുണ്ടാകും. അപ്പോൾ രാഷ്ട്രീയക്കാർക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ടീമിനെ വിടും. അതുകൊണ്ടാണ് ഇവന്മാർ ഇങ്ങനെ സമൂഹത്തിൽ നല്ല രീതിയിൽ വളർന്ന് വിലസി വരുന്നത് എന്നുള്ളതാണ്. ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇനിയിപ്പോഴും ഈ മുജീബ് എന്ന് പറഞ്ഞവൻ കുറേ കഴിയുമ്പോൾ ഇവൻ വീണ്ടും ഇറങ്ങും ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് ഇവൻ അടുത്ത പണി തുടങ്ങും. അത്രയേ പറയാൻ കഴിയുള്ളൂ. കാരണം പോലീസുകാർ വരെ ഇന്ന് പിന്നെ എന്താ പറയേണ്ടത്, ഇത് വാർത്താ സമ്മേളനം നടത്തുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ആ പോലീസുകാരൻ എന്താ പറയേണ്ടത് അദ്ദേഹത്തിന് തന്നെ മനസ്സിലാകുന്നില്ല. കാരണം ഒരു കോൺഫിഡൻസ് ഇല്ലാത്തതുപോലെ ഇത്രയും കേസുകളിൽ പ്രതിയായ ഒരു വ്യക്തിനാ ഈ ഇങ്ങനെ കമൻറ്റ് വരുമല്ലേ, ഒരുപാട് കമൻറ്റുകൾ പൊതുജനങ്ങൾ ചോദിക്കുകയാണ്. എങ്ങനെ ഇദ്ദേഹം വെളിയിലിറങ്ങി, എങ്ങനെ ഇദ്ദേഹം ഈ ഒരു ഇതിലെത്തി എന്നുള്ള തരത്തിലാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആർക്കും ഉത്തരമില്ല എന്താണ് സംഭവിക്കുന്നത് എന്നൊന്നും ഉത്തരമില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ നാട്ടിലെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ഒരു കാരണവശാലും അന്യൻ്റെ വണ്ടിയിൽ കയറരുത്. അതുപോലെ തന്നെ ഒരുത്തനെ പോലും ഇന്നത്തെ കാലത്ത് വിശ്വസിക്കരുത്. ഒരുത്തനെ പോലും നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. വിശ്വസിച്ച് കഴിഞ്ഞാലെന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യം പോക്കാണ്. അതുപോലെ ഈ മുജീബിനെ പിടിക്കാൻ പോയിട്ട് ഒരു പോലീസുകാരനെ കത്തി കൊണ്ട് ഇവൻ വീശി എന്നാണ് പറയുന്നത്, അങ്ങനെ കത്തി കൊണ്ട് മുറിവേറ്റിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഈ പോലീസുകാരൻ പിടിക്കാൻ പോകുന്ന സമയത്ത് ഇവൻ ആ കത്തി കൊണ്ട് നല്ല രീതിയിൽ കുത്തിയിട്ടുണ്ടെങ്കിൽ ആ പോലീസുകാരൻ്റെ കഥ എന്തായിക്കുന്നു? ആ പോലീസുകാരൻ്റെ കുടുംബത്തിന് പോയി, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്നിട്ടും അവന് കിട്ടിയത് എന്താണ്? അവന് ചെറിയൊരു പോറൽ മാത്രമേ കിട്ടിയിട്ടുള്ളൂ, അത്രയേ ഉള്ളൂ. ഈ പോലീസുകാരൻ്റെ മുറിവിനിപ്പോൾ അത്ര പോലും അവന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അല്ല, എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവനൊക്കെ നല്ല രീതിയിൽ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കുറച്ച് കഴിയുമ്പോഴേക്കെന്ന് പറഞ്ഞാൽ ഇവൻ്റെയൊക്കെ കാര്യം പോകുന്ന തരത്തിലുള്ള ചോദ്യം ചെയ്താൽ മതി, അത്രയേ ഉള്ളൂ. പക്ഷെ എന്താ ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ ചില ടീമിനൊക്കെ ചില ആൾക്കാർക്കൊക്കെ നല്ല പേടിയാണെന്നേ. അതുകൊണ്ടാണ് ഇവന്മാരൊക്കെ ഇങ്ങനെ വിലസി നടക്കുന്നത്. വീണ്ടും 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 ഇങ്ങനെ ഇങ്ങനെ കുറ്റങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. നമ്മൾ എന്നിട്ട് ഈ അന്യന്മാരെ ചീത്ത പറയും. അതായത് അവിടെ അന്യ സംസ്ഥാനത്ത് എന്തോ നടക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് എത്തി നോക്കുകയ്യ. നമ്മളെ നാട്ടിൽ നടക്കുന്നതൊക്കെ നമ്മൾ ഇത്രയും ഈസി ആയിട്ട് അങ്ങ് വിടും. ഈ മുക്കത്തങ്ങാറ്റുള്ള ഒരു സ്ത്രീനെ കയ്യും കാലും കെട്ടിയിട്ട് ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിയാണെന്നല്ലേ പറയുന്നത്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. കയ്യും കാലും കെട്ടിയിട്ടിട്ട് ബലാത്സംഗം ചെയ്യാം. അപ്പോൾ എത്രമാത്രം ക്രൂരനായിരിക്കും ഈ ഒരു മുജീബ് എന്ന് പറഞ്ഞവൻ. എന്നിട്ട് അവൻ്റെ വീട്ടിലൊരു സ്ത്രീ താമസിക്കുന്നുണ്ട്. അത് അവൻ്റെ ആരാണെന്നറിയില്ല, അവൻ്റെ ഉമ്മയാണോ ഭാര്യയാണോ എന്നൊന്നും അറിയില്ല. എന്തൊക്കെയായാലും അവൻ്റെ അയൽവാസികൾ എങ്ങനെ ഇവനെ സഹിക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഈ അയൽവാസികൾക്കെങ്കിലും ഒരു വിവരം ഉണ്ടാവില്ലേ? അവരെങ്കിലും ഒരു വിവരം നൽകണ്ടേ? ആർക്കെങ്കിലും ഇന്ന പോലെ ഒരുത്തങ്ങടെ വന്ന് കിടക്കുന്നുണ്ടേ, വളരെ സൂക്ഷിച്ചോ. ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുമ്പോഴും കേൾക്കുമ്പോഴും പഴയ സിനിമാ കഥകൾ പോലെയാണ് ഓർമ്മ വരുന്നത്. ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. എന്ത് ചെയ്യാൻ കഴിയും? ഒരു നോക്കുകുത്തി പോലെ ആയിപ്പോയില്ലേ നമ്മൾ, അത്രയേ ഉള്ളൂ. വേറെ എന്ത് ചെയ്യാൻ പറ്റുക? ഇനി ചെയ്ത് എന്തെങ്കിലും പോലീസുകാർക്ക് എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ പോലീസുകാർക്ക് അവിടെ നിൽക്കാനും പറ്റില്ല. അത്രയും ഭയങ്കര ഇതാണ്. പിന്നെ പോലീസ് മുജീബിൻ്റെ ഘാതകരെ അറസ്റ്റ് ചെയ്യുക, മുജീബിനെ കസ്റ്റഡിയിൽ പീഡിപ്പിച്ചവനെ അറസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞ് പിന്നിങ് വരൂലായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കമൻ്റ് ഇട്ടിട്ടും ഇതാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ സൂക്ഷിക്കാനുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക, അത്രമാത്രമേ ഉള്ളൂ. ഒരാളുടെ പുറകെയും ഇന്ന് വിശ്വസിച്ചിട്ട് ഒരാളെ പോലും ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കാൻ പറ്റില്ല ഇന്ന് വിശ്വസിച്ചിട്ട്. കാരണം വെള്ളം കൊടുക്കുമ്പോഴായിരിക്കും ഇവൻ എന്തെങ്കിലും സ്പ്രേയോ എന്തെങ്കിലും എടുത്തിട്ട് അടിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം സൂക്ഷിക്കുക. ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ കൂടുതലും തന്നെ ഇവനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഇങ്ങനെയുള്ള ഇവരെ ഞാൻ പറയുന്നുള്ളൂ. ഇവനൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നവരാണ് കൂടുതലായിട്ട് ഇതിൻ്റെ കുറ്റക്കാർ, അത്രയേ ഉള്ളൂ. കാരണം ഇവനൊക്കെ എന്തെങ്കിലും ഒരു ചെറിയൊരു എന്താ പറയുക ഈ ഇറങ്ങി വരേണ്ട ഒരു പഴുതിട്ട് കൊടുത്തിട്ട്, അതായത് നല്ല രീതിയിൽ പിന്നെ വാർത്തയും കാര്യങ്ങളും ഈ കേസിൽ നല്ലോണം കുടുങ്ങുമെന്നുള്ളതാണ്. കാരണം ഈ കേസ് നല്ല രീതിയിൽ വാർത്താ പ്രാധാന്യം നേടുന്നുണ്ട്. വാർത്താ പ്രാധാന്യം നേടുന്ന കേസുകളിൽ പിന്നെ ഇറങ്ങി വരാൻ വലിയ പാടാണ്. അതാണ് നമ്മൾ കാണുന്നത് പലപ്പോഴുമായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കേസിൽ ശരിക്ക് പെട്ടു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.